തിരുവല്ല കുറ്റപ്പുഴയിൽ വളർത്ത തത്തയുടെ കാലിൽ കുടുങ്ങിയ സ്റ്റീൽ വളയമാണ് മുറിച്ചു മാറ്റിയത്. ഓസ്ട്രേലിയൻ ഇനത്തിൽപ്പെട്ട തത്തയെ വാങ്ങിയ സമയത്ത് അതിന്റെ കാലിൽ സ്റ്റീൽ വളയമുണ്ടായിരുന്നു. തത്ത വളർന്നതോടെ ഈ വളയം ഊരിയെടുക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് എത്തി ആ തത്തയുടെ കാലിൽ നിന്ന് വളയം നീക്കിയത്. CK അഭിലാൽ നമ്മുടെ കൂടെയുണ്ട്. അഭിലാല് കുഞ്ഞിലെയൊക്കെ ഈ തത്തയുടെ കാലം വളയം ഒരുപക്ഷെ ഈ രീതിയിൽ കൗതുകവും മറ്റുമൊക്കെ ആയിരിക്കും, അറിയില്ല. എന്തായാലും അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കണ്ടായിരുന്നു. ഇത്രത്തോളം ദുരിതം ആ പക്ഷി അനുഭവിച്ചല്ലോ എന്നുള്ളത് കൂടിയാണ്. ഇപ്പൊ മനുഷ്യന്റെ മാത്രം സങ്കടം കണ്ടാൽ പോലല്ലോ, ദുരിതം അതെല്ലാവർക്കും ഏത് ജീവജാലങ്ങൾക്കും ഒരേപോലെയാണ്. എന്തായാലും ഫയർഫോഴ്സിന്റെ മുന്നിൽ എത്തി മുറിച്ചു മാറ്റി ഓക്കെ ആക്കിയിട്ടുണ്ടല്ലേ? അതെ, നാടൻ തത്തകളെ വളർത്തുന്നതിൽ നിലവിൽ വനംവകുപ്പിൻ്റെ നിയമം അനുസരിച്ച് നിയന്ത്രണങ്ങളുണ്ട്. ഇത് ആസ്ട്രേലിയൻ വിഭാഗത്തിൽപ്പെട്ട ഒരു തത്തയാണ്. തിരുവല്ല കുറ്റപ്പുഴ ബഥേൽ IPC സെൻറ്ററിലെ പാസ്റ്റർ ആൽബിൻ്റെ ഉടമസ്ഥയിലുള്ള തത്തയ്ക്ക് ഏറെക്കുറെ 3.5 വയസ്സാണ് പ്രായം കണക്കാക്കുന്നത്. പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ ഒരു വിൽപ്പന കേന്ദ്രത്തിൽ നിന്നാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെ വാങ്ങിയത്. ആ സമയത്ത് തന്നെ വലത് കാലിൽ ചെറിയ വളയുണ്ടായിരുന്നു. ഇത് വളർന്നു വന്നതോടുകൂടി ഇത് കാലിൽ ടൈറ്റ് ആവുകയും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നേരിയ തോതിൽ ഇതിന് നടക്കുന്നതിന് പ്രയാസം നേരിടുകയും കാലിൽ ചെറിയ തോതിൽ നീര് അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇന്ന് രാവിലെ ആൽബിനും ഏതാനും സുഹൃത്തുക്കളും ചേർന്ന് തത്തയുടെ കാലിലെ വള കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷേ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ കൂട്ടിലടച്ച തത്തയുമായി ആൽബിനും സുഹൃത്തുക്കളും നേരെ ഫയർഫോഴ്സ് സംഘാംഗങ്ങളെ കാണാൻ വേണ്ടി തിരുവല്ലയിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെ ഓഫീസിൽ എത്തിച്ചേർന്ന ശേഷമാണ് അവർ ഇതിൻ്റെ കാലിലെ വള കട്ട് ചെയ്ത് നീക്കം ചെയ്തത്. യാതൊരു പരുക്കുമില്ലാതെ തന്നെ ഇത് നീക്കം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം അർഹിക്കുന്ന വിഷയം. മാത്രവുമല്ല, കാലിൽ ചെറിയ നീരുണ്ട് എന്നതിനാൽ തന്നെ മഞ്ഞാടിയിലെ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർ എത്തിച്ചതിന് തുടർ ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടികളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ചുരുക്കത്തിൽ ഫയർഫോഴ്സിൻ്റെ ഒരു സംയോജിതമായ ഇടപെടൽ ഒരു ചെറിയ പക്ഷി പെറ്റ് വിഭാഗത്തിൽപ്പെടുന്ന പക്ഷിക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനടക്കമുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു എന്നുള്ളതാണ്. ആൽബിനെയും സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അരുമയായി വളർത്തി വന്ന പക്ഷിക്ക് തുടർന്ന് ഭാവിയിൽ നല്ല ഒരു തരത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുമുണ്ട്. ശരി അഭിലാൽ, എന്തായാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. ആ സമയം വളയൊക്കെ എടുത്തപ്പോൾ ചെറിയൊരു നീരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം പിന്നെ ഓക്കെ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ചെറിയ പ്രശ്നമായാലും വലിയ പ്രശ്നമായാലും നമുക്കൊക്കെ ഓടി വരാൻ ഒരു സേന കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടി എല്ലാവർക്കും വ്യക്തമായി കാണുമല്ലോ. ശരി അഭിലാൽ.